വ്യസന സമേതം ബന്ധുമിത്രാദികൾ എസ് വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച് അസീസ് നെടുമങ്ങാട്, അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. തിരുവനന്തപുരത്തെ ഒരു വീട്ടിലാണ് കഥ നടക്കുന്നത്. മുരളിയുടെ മകൾ അഞ്ജലിയുടെ കല്യാണം ഉറപ്പിച്ച സമയത്ത് രംഗബോധമില്ലാത്ത ആ കോമാളി മരണം എത്തുന്നു. തുടർന്ന് ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. മരണത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു പടമാണിത്. ഒരു കിടിലൻ ഐറ്റം ഒന്നുമല്ല, പക്ഷെ വലിയ മുഷിപ്പൊന്നും ഫീൽ ചെയ്യാത്ത, ബോറടിപ്പിക്കാത്ത ഒരു പടമാണ്. തമാശയുണ്ടോ എന്ന് ചോദിച്ചാൽ തമാശയുണ്ട്. ചിലത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഞാൻ ശരിക്കും ചിലയിടങ്ങളിൽ നന്നായിട്ട് ചിരിച്ചു. പക്ഷെ ചിലത് ചീറ്റിപ്പോയിട്ടുമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മരണ വീട്ടിലെ കുറെ സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ മരണ വീട്ടിലും കാണും 100 അഭിപ്രായമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ആ പരിസരത്ത് പോലും വരാത്ത കുറെ ജന്തുക്കള്, ബന്ധുമിത്രാദികൾ. അത്തരത്തിലുള്ള കുറെ കാഴ്ചകളാണ് പടത്തിന്റെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ജോമോൻ ജോദറിന്റെ ക്യാരക്ടർ പറയുന്ന പോലെ മരണ വീട്ടിലെ ആൾക്കാർ കരയുന്ന കാണുമ്പോൾ ചിരിക്കാൻ വരും എന്ന ആ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ. അങ്ങനെ മരണ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടും അവിടെ ഇവിടെ ചിരി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പം ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതില്ലാതെ നമ്മൾ മലയാളികളുടെ ഒരു വീട് പോലും കാണില്ല. എന്റെ വീട്ടിലുണ്ട്. ഞാനും പണ്ട് ഭയങ്കര അന്ധവിശ്വാസമുള്ള ഒരാളായിരുന്നു. കാരണം നമ്മളൊക്കെ അങ്ങനെയാണ് കൊച്ചിലെ മുതൽ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ കാലക്രമേണ ഞാനൊക്കെ മാറി കേട്ടോ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി പടത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും പറ്റും. പിന്നെ ജാതി പൊളിറ്റിക്സ്, ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യമായിട്ട് സിനിമ പറയുന്നത് തന്നെ ക്ലൈമാക്സിലാണ്. പെർഫോമൻസിൽ ആദ്യം തന്നെ പറയേണ്ടത് അസീസ് നെടുമങ്ങാടിന്റേതാണ്. മുരളി എന്ന ക്യാരക്ടറിന്റെ നിസ്സഹായതയും എല്ലാവരും കൂടി വട്ടുപിടിപ്പിക്കുന്ന ആ ഒരു അവസ്ഥ, അത് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ പുള്ളി കിടുവായിരുന്നു. അസീസിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് റോളാണ് ഈ പടത്തിലുള്ളത്. പിന്നെ ബൈജു, അതുപോലെ നോബി എന്നിവരുടെ ക്യാരക്ടറുകളും രസമാണ്. ശക്തിയായിട്ട് വന്ന ജോമോൻ ജോദറിന്റെ ചില കോമഡികൾ നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ചിരിച്ചു തിയേറ്ററിൽ. സിജു സണ്ണിയും രസമുണ്ടായിരുന്നു. അനശ്വരയ്ക്ക് അങ്ങനെ ഗംഭീര റോളൊന്നുമല്ല. സെക്കൻഡ് ഹാഫിലാണ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാനുള്ളത്. സ്പെഷ്യലി ഇമോഷണൽ സീൻസ് ഒക്കെ അനശ്വര നന്നാക്കിയിട്ടുണ്ട്. അനശ്വരയുടെ അമ്മയായിട്ട് വന്ന അശ്വതി ചാന്ദ് കിഷോറും നൈസായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് അയൽവക്കക്കാരൻ പ്രസന്നൻ അണ്ണൻ എന്ന ക്യാരക്ടറായിട്ട് വന്ന സജി സബാനയാണ്. കിടുവായിരുന്നു ഉള്ളി. പിന്നെ സാവിത്രി അമ്മയായിട്ട് വന്ന മല്ലിക സുകുമാരൻ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡ്രസ്സ് മാത്രം ഒരു ഏച്ച് കെട്ടിയ പോലെ ഒരു ഫീൽ എനിക്ക് വന്നു. പിന്നെ നീരജ രാജേന്ദ്രൻ, വിജി തമ്പി, ഇവരോടൊപ്പം മുമ്പ് കണ്ടിട്ടുള്ളതും കാണാത്തതുമായ പുതുമുഖങ്ങളായിട്ടുള്ള കുറെ താരങ്ങൾ സിനിമയിലുണ്ട്. റഹീം അബൂബക്കറിന്റെ ക്യാമറയും ജോൺ കുട്ടിയുടെ എഡിറ്റിംഗും കൊള്ളാം. അങ്കിത് മേനന്റെ പാട്ടുകൾ, പ്രത്യേകിച്ച് ടൈറ്റിൽ സോങ്, ഒരു 70s വൈബ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു. സംവിധായകൻ എസ് വിപിൻ തന്നെയാണ് സിനിമയുടെ രചനയും നിർവഹിച്ചിട്ടുള്ളത്. ഒപ്പം പാപ്പുട്ടി എന്നൊരു ക്യാരക്ടറും പുള്ളി പടത്തിൽ ചെയ്തിട്ടുണ്ട്. സംവിധായകൻ കൂടിയായ വിപിൻ ദാസ് പടത്തിന്റെ പ്രൊഡ്യൂസറിൽ ഒരാളാണ്. സത്യത്തിൽ ഈ പടത്തിന്റെ പോസ്റ്ററും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു പൈങ്കിളി വൈബ് ഫീൽ ചെയ്തിട്ടൊരു പേടി ഉണ്ടായിരുന്നു. ഈ പടം കാണണോ വേണ്ടായോ എന്നുള്ളത്. പൈങ്കിളി എനിക്ക് തീരെ വർക്കാകാത്ത പടമാണ്. പക്ഷേ എന്റെ വിശ്വാസം മുഴുവൻ വിപിൻ ദാസ് എന്ന ഡയറക്ടർ, അദ്ദേഹം ഇതിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ് എന്നുള്ളതായിരുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ, അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും പടത്തിന്റെ കഥയോടോ ക്യാരക്ടേഴ്സിനോടോ ഒന്നും നമുക്ക് തോന്നുകയില്ല. ചില കോമഡികളൊന്നും എനിക്ക് തീരെ വർക്കായില്ല. ചിലത് ചിരി പോലും വന്നില്ല. ഇപ്പൊ ഒരു ഗിരിജ അമ്മായിയോ ഗിരിജ ചേച്ചിയോ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടർ ഉണ്ട്. അവരെ കൊണ്ടുവന്ന് കോമഡി ആയിട്ടാണോ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അവർ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതാവും ഉദ്ദേശിച്ചതും. എന്തോ അവരുടെ കോമഡി ഒന്നും എനിക്ക് ഇത്ര വർക്കായില്ല. വേറെയും ചില കോമഡികളുണ്ട് എനിക്ക് വർക്കാവാത്തത്. എല്ലാം ഞാൻ പറയുന്നില്ല. അത് എനിക്ക് ഫീൽ ചെയ്ത പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആകമൊത്തം ടോട്ടലിൽ കുറച്ചൊക്കെ ചിരിക്കാനുള്ള, മുഷിപ്പിക്കാത്ത ഒരു ഡീസന്റ് ഫിലിമാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. സ്പെഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ ഗംഭീരമോ മസ്റ്റ് വാച്ചോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഫാമിലിയുടെ കൂടെ നിങ്ങൾക്ക് ചുമ്മാ ടൈം പാസിന് വീക്കെൻഡിൽ കാണാൻ പറ്റിയ ഒരു പടമാണ്. അത്രേ ഉള്ളൂ. സോ 1 മണിക്കൂർ 56 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. കുട്ടികളെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പടം കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.